ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ച് നല്ല വീർത്ത് വന്നിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇതുപോലെ ടേസ്റ്റുള്ള നല്ല റൗണ്ട് ഷേപ്പിലുള്ള വീർത്ത് വന്നിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ ദോശ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ബൺദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് ഒഴിവാക്കണം. വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ പച്ചരി ഒന്ന് ഇട്ട് കൊടുക്കാം. വലിയ ജാറിൻ്റെ മിക്സി ആയതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അവലാണ്. അത് ഏത് അവല എടുക്കാം. ഞാനിവിടെ വെള്ള അവലാട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് അവല് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. മാവ് പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പ് ചേർക്കാത്തത്. അപ്പോൾ ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടിക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞങ്ങൾ അരക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തോളും. എന്നാലേ മിക്സിയിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പാത്രത്തിലോട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ അരച്ച് വന്ന് നല്ല കട്ടിക്കാണ്. അപ്പോൾ ഇത് പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് നന്നാക്കി അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ അരിച്ച് വന്നിട്ടുള്ളത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇളക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസായി പോവാതെ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. കൈ വെച്ച് വേണം ഇളക്കാം. ഞാൻ മാവ് വല്ലാണ്ടാണ്ട് പുളിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ വിസ്ക് വെച്ചിട്ട് ഇളക്കുന്നത്. അപ്പോൾ മാവ് ഇപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്ന് അടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെയൊക്കെ സ്ട്രക്ചർ കണ്ടോ, അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഉഴുന്ന് പരിപ്പ് പൊട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 1/2 ടീസ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ. അപ്പോൾ എരിവിനൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചുവന്ന മുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചപ്പ്, നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇതൊന്നും താളിക്ക് ഒഴിച്ചിട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയതിൽ ഇതിലൊന്നും താളിക്കൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ മാവിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ബൺദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുണ്ടുള്ള അപ്പച്ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ അത് ബൺ പോലെ കിട്ടുള്ളൂ. പിന്നെ പരന്ന ചട്ടിയിലൊക്കെ ഇത് ചുട്ടെടുക്കാം, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഒരു വെള്ളപ്പച്ചട്ടിയിലോട്ട് ഓയിൽ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല. മാവ് ഒരു 1.25 തവിയോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 തവിയായാലും മതി. എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നിട്ടൊന്ന്
നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഞാൻ ഈ മാവൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇത് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ബ്രഷ് എടുത്ത് കൊണ്ടിട്ട്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടിഭാഗം കൂടെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഇതുപോലെ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളൊന്ന് 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്കാക്കി എടുക്കണം. ഇത് ചട്ടകം കൊണ്ട് എടുക്കുമ്പോൾ ഒന്ന് സ്ലിപ്പായി പോകണം. അപ്പോൾ ഞാൻ പാത്രം കൊണ്ടൊന്നാണ് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കുണ്ടുള്ള ചീനച്ചട്ടിയോ നല്ല കട്ടിയുള്ള പാത്രം എന്തെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനിവിടെ വെള്ളപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളപ്പച്ചട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചുട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചുട്ടത് എടുത്തതിനേക്കാളും ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് നമ്മൾ ചുട്ടെടുക്കുന്നത് ഫസ്റ്റത്തത് അത്ര തന്നെ അങ്ങോട്ട് ക്ലിയർ ആവില്ല. രണ്ടാമതും മൂന്നാമതൊക്കെ ആകുമ്പോൾ തന്നെ അടിപൊളിയാവും. അപ്പോൾ ഞാനിത് വലിയ ഫ്ലെയിമുള്ള സ്റ്റൗവിലായിട്ട് വെച്ചിട്ടുള്ള. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞതുപോലെയുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല, ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല. ഇതിൽ കാണുമ്പോൾ ഒരു ഇത് തോന്നും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോട്ടുള്ള സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്റ്റൗ അപ്പം ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ കിടന്നിട്ട് കുക്കാവട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു സ്റ്റൗവിലോട്ട് ഫ്രൈ ഫാൻ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പക്ഷെ അതിലൊഴിച്ചാൽ പരന്നിട്ട് ഔട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ബൺ പോലെ കിട്ടത്തില്ല. ഇതുപോലെ അതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബൺ ദോശയുടെ സ്ട്രക്ചറാണ് കാണാൻ ഒന്നും കൂടെ നല്ലതും തിന്നാൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. പരന്ന ചട്ടിയിൽ ചുട്ട അപ്പത്തേക്കാൾ കൂടുതൽ ബെറ്റർ ഇതാണ് കേട്ടോ. പിന്നെ മറ്റൊരു അപ്പത്തിനുള്ള മാവ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചുട്ടെടുത്ത അപ്പമൊക്കെ ഇവർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ കുട്ടികളൊക്കെ. എൻ്റെ മോൾക്കാണിത് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പരന്ന പാത്രത്തിലും ഞാൻ മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ചുടും തോറും ഇത് കൂടുതൽ പൊങ്ങി വന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, നല്ല പരന്നിട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മുറിച്ച് നോക്കിയാൽ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടത്തില്ല. ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല, എങ്കിലും നമുക്ക് കൂടുതൽ കഴിക്കാനൊക്കെ നല്ലത് ഇതുപോലെ ബണ്ണായിട്ട് കിട്ടുന്ന ദോശ തന്നെയാണ്. ബൺ ദോശ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടണം. ഇതുപോലെ മുഴുവനും നമുക്ക് ചുട്ടെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി ബൺ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു കമൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടാറ്റാ.